ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സബ്സ്ക്രൈബ് കൗണ്ട് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് 615 പേരാണ്. അപ്പം ഇതാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിനായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് ഡാഷ്ബോർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ കാണുന്ന studio.youtube.com. അപ്പോൾ ഇവിടെ താഴോട്ടൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇതിൽ സൈനിങ് എന്ന ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആവുന്നുണ്ട് ഇവിടെ. അപ്പം ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ നമ്മുടെ കറൻറ്റ് സബ്സ്ക്രൈബർ കൗണ്ടെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി താഴെ ഇടത് ഭാഗത്തായിട്ട് സെറ്റിങ്ങിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഈ ലെഫ്റ്റ് സൈഡ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചാനൽ ഓപ്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് കാണുന്ന ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ്പോൾ ബേസിക് ഇൻഫോ, അഡ്വാൻസ് സെറ്റിംഗ്, ഫീച്ചർ, എലിജിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് അഡ്വാൻസ് സെറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നടുക്കായിട്ട് കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കാണുന്നത്. ഇത് ആ ടിക്ക് അങ്ങ് മാറ്റാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം താഴെയായിട്ട് സേവ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു സെറ്റിംഗ് സേവ് ചെയ്ത് വെക്കാം. ഇനി മുതൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് അവിടെ കാണാൻ സാധിക്കത്തില്ല. അത് ഹൈഡായി ഇരിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഇവിടെ ഹൈഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നത്.